ഹലോ, ഇന്ന് നമുക്ക് ഇതുപോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ബനാന ബ്രെഡ് അല്ലെങ്കിൽ ബനാന കേക്ക് എന്നൊക്കെ പറയാം. അപ്പം അതങ്ങിട്ട് ഉണ്ടാക്കിയാലോ. ഇതിന് മെയിനായിട്ട് വേണ്ടത് 2 പഴമാണ്. നേന്ത്രപ്പഴം എടുക്കുക, റോബസ്റ്റ് പഴം, എന്ത് പഴം എടുക്കുക കേട്ടോ. അപ്പം ഇതുപോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ 2 റോബസ്റ്റ് പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഈ പഴം ഒന്ന് ഉടച്ചെടുക്കണം. ഞാനിവിടെ ബീറ്റർ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് മിക്സി ജാർ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ എന്തായാലും ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയൊക്കെ ബീറ്റ് ചെയ്യാൻ മിക്സിൻ്റെ ജാർ തന്നെ മതി കേട്ടോ. പിന്നെ പഴം ഞാനിവിടെ നന്നായിട്ട് തന്നെ ബീറ്റർ വെച്ചിട്ട് ഒന്ന് മേശാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിരിക്കണ്. പിന്നെ 1/2 കപ്പ് പഞ്ചസാര പൊടിക്കാത്ത കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്താണ്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിൻ്റെ ജാർ ഉപയോഗിക്കാം. അങ്ങനെ നന്നായിട്ട് ബീറ്റായി വന്നാൽ 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മേശ ചെയ്ത് വെച്ചിട്ടുള്ള ബനാനല്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാനിതാ 1 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. 1 കപ്പോ 3/4 കപ്പോ മതി കേട്ടോ. അത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ഹാഫ് ഇതിലേക്ക് പൊടിയായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നന്നായിട്ടൊന്ന് ഈ മുട്ടേൻ്റെ ബാറ്ററിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബാക്കി പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്താണ്ട് ഫുള്ളും നന്നായിട്ട് മറ്റേ സ്പാച്ചുല വെച്ചിട്ട് കയ്യാനിട്ട് വിസ്കി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ചോക്കോ ചിപ്സ് കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണൽ ആട്ടോ, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഒരു കേക്ക് ടിന്ന് ഇതുപോലെ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ മുട്ട ബീറ്റ് ചെയ്ത സമയത്ത് വാനില എസെൻസ് ഒന്നും ചേർത്തിട്ടില്ല. ഞാൻ ഈ ബനാനൻ്റെ അതേ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അത് ചേർക്കാൻ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഈ കേക്ക് ടിന്നിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിന്ന് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ മുകളിലായിട്ട് കുറച്ച് നട്ട്സും ചോക്കോ ചിപ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓപ്ഷണലാട്ടോ, നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്യുക. പിന്നെ ഞാൻ ഓവനിൽ 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് സമയം പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. താഴത്തെയും മുകളിലത്തെയും കോയിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം പിന്നെ അതൊരു 180 ഡിഗ്രിയിൽ ഒരു 30-35 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഓവനിൽ തന്നെ ബേക്ക് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റൗവിലും ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 35 മിനിറ്റിന് ശേഷം നമ്മളെ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. എന്തിട്ടുണ്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്ത് അയിമൽ ഉണ്ടോയെന്ന് നോക്കിയാൽ മതി. നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇത് കട്ടാക്കിയിട്ട് നമുക്ക് നല്ല ചൂട് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് നല്ല സോഫ്റ്റാണ്, കണ്ടില്ലേ ഇതിൻ്റെ ടെക്സ്ചർ നല്ല സോഫ്റ്റാണ്. പിന്നെ ഇങ്ങനത്തെ ബേക്ക് ചെയ്തിട്ടുള്ള കേക്ക്സൊക്കെ എല്ലാവരും പറയും ചൂടറിയതിന് ശേഷമാണ് നല്ല ടേസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ചൂടിൽ കഴിക്കാനാട്ടോ ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണല്ലോ. ഒരു പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ സോഫ്റ്റ് നോക്കി, നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയതിനെ കൊണ്ട് ഇതിങ്ങനെ കട്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിന്, നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ടാക്കിയതിന് ശേഷം ബാക്കിയൊക്കെ കുഞ്ഞു പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്